എത്ര രൂപയുടെ മുതലാണെന്ന് അറിയത്? 40-40,000 രൂപ ചെലവാക്കിയിട്ട് വാങ്ങിച്ചതാണിത്. ഒരു രൂപയ്ക്ക് ഒരു ഗുണവും ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, ഇതേ കൊണ്ട് പുഴുങ്ങി പിന്നെ ബാക്കി ചേട്ടൻ വന്നിട്ട് തരാം ഞാൻ. എന്തെന്നാണ് അച്ഛൻ താഴ്ത്തു വീണത്? ഈശ്വര മൊബൈലാ മോളെ, എന്റെ കൈ തട്ടി ഫോൺ താഴെ. ഇതെന്താണ് ഈ കാണിച്ചത്? എത്ര രൂപയുടെ മുതലാണെന്നറിയത്? അച്ഛൻ കണ്ടില്ല മോളെ. അച്ഛന്റെ കണ്ണിലെന്നെ വല്ല മത്തം കുത്തി വെച്ചിട്ടുണ്ടാ? അച്ഛന്റെ കൈ തട്ടി അറിയാതെ വീണു. തളർവാതൊന്നും പിടിച്ചിരിക്കണില്ലല്ല. 3-4 നേരം വെട്ടി വീഴുന്നുണ്ടല്ലോ നല്ലോണം. ഒരു പണിക്കും പോലൊന്നും ചെയ്യില്ല. എന്റെ കെട്ടിയോനല്ലേ പണിയെടുത്തെല്ലാം ചെയ്യണത്. ഇത് നന്നാക്കാനായിട്ട് അച്ഛന്റെ കാശുണ്ടാ? എത്ര രൂപയുടെ മുതലാണെന്നറിയത്? 40-40,000 രൂപ ചെലവാക്കിയിട്ട് വാങ്ങിച്ചതാണിത്. ഒരു രൂപയ്ക്ക് ഒരു ഗുണവും ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, ഇതേ കൊണ്ട് പുഴുങ്ങി പിന്നെ ബാക്കി ചേട്ടൻ വന്നിട്ട് തരാം ഞാൻ. ചേട്ടൻ പറഞ്ഞ ഞാൻ ശരിയാക്കി തരാം ഞാൻ. ഡാബി വോഡാഫോണിന്റെ ഡിസ്പ്ലേ മാറിയടാ. എന്താ അങ്ങനെ ഫോണിന്റെ താഴെ വീണ് പൊട്ടി ഫോൺ ഒന്ന് ശരിയാക്കി. ഇത് നമുക്ക് നല്ലൊരു എമൗണ്ട് വരില്ല ചേട്ടാ. ഇത് മൊത്തത്തിൽ ബെൻഡുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞല്ലേ. മോനെ, എൻ്റെ ഇത്രയും പൈസ ഉണ്ട്, അതുകൊണ്ട് ഇതൊന്ന് റെഡിയാക്കി. എപ്പാടാ? ഒരു 6,000 രൂപ ഏകദേശം റേറ്റ് വരും നമുക്ക് റെഡിയാക്കാൻ. കുറച്ച് ചില്ലറ പൈസ ആയിട്ട് വന്നേക്കാം പുള്ളി. നമുക്ക് എന്തായാലും ഈ റേറ്റിന് ചെയ്യാൻ പറ്റില്ല ചേട്ടാ. നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ വരും റെഡിയാക്കാനായിട്ട്. ചേട്ടാ എന്തായാലും ടൈം കളയണ്ട. ശരി മോനെ, എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതേ ഇത്രയും പൈസ മതി, അതുകൊണ്ടാണ് കേട്ടോ. ഒന്നും വിചാരിക്കില്ല കേട്ടോ. എന്താണ് സുഹേലേ? അതെ, ഫോണ് ഡിസ്പ്ലേ മാറാൻ വന്നാണ് പുള്ളി. നമുക്കിത് ഡിസ്പ്ലേ മാത്രമല്ല ബെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ഏകദേശം റെഡിയാക്കി വരുമ്പോൾ നമുക്കൊരു 6,000 രൂപ വരും റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ. പുള്ളി കുറച്ച് ചില്ലറ പൈസ കേട്ട് വന്നേക്കണം. എടാ, കസ്റ്റമർ ഡീൽ ചെയ്യണം എങ്ങനെയാണോ? ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. ഇത് കസ്റ്റമറാണ്. സാധാരണക്കാരനായതുകൊണ്ടായിരിക്കും അല്ലേ? എടാ, ഈ സാധാരണക്കാരെ കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. മനസ്സിലായ? ഇത്രയും വലിയ ഷോപ്പ് ഇട്ടതും സാധാരണക്കാർ എന്നെ വളർത്തിയത് സാധാരണക്കാരാണ്. അറിയോ എനിക്ക്? നീ ഒരു കാര്യം ചെയ്യും, നീ അങ്ങോട്ട് ചെയ്യല്ലേ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അല്ല ഏട്ടാ, എന്താ പറ്റിയേ? മോനത്തെ ഞാൻ ചായ കുടിച്ച് എഴുന്നേറ്റപ്പോഴേ താഴെ വീണ് പൊട്ടിയതാണ്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം. അതേ, അവൻ പറഞ്ഞത് ശരിയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ മാറണം, ഇതിന് ബെൻഡ് ഉണ്ട്, പിന്നെ ബോർഡ് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഒരു 16,000 രൂപ വരും. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ പോയിട്ട് പോയോ, ഞാൻ റെഡിയാക്കി വെച്ചേക്കാം കേട്ടാ. മോനെ, അങ്ങനെ പറയല്ലേ. ഇതെൻ്റെ മരുമോളുടെ ഫോണാണ്. ഈ ഫോൺ നന്നാക്കാണ്ട് എനിക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റും. അവളെന്നെ ഒരു വഴക്ക് പറഞ്ഞു. ഇനി മോൻ വരാൻ കാത്തേക്കിടും, ബാക്കി കൂടിയും തരാം. ഇതില്ലാണ്ട് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. എന്തെങ്കിലും പൈസ ഉണ്ട് ഒന്ന് റെഡിയാക്കി. അവൾ രാവിലെ എന്നെ തല്ലിയില്ലാന്നുള്ളൂ. ഇനി മോൻ വരുമ്പോൾ രാത്രി അവളവനെ കൊണ്ട് എന്നെ തല്ലിക്കും. അവനെന്നെ തല്ലുകയും ചെയ്യും. അവനെ ഇതുകൂടി വെച്ചു അങ്ങനെയുള്ളൊരു സമ്പാദ്യവും ഈ വാച്ച് അതുകൂടി വെച്ചിട്ട് മോൻ ഞാൻ ഈ കട കൂട്ടുന്നവരെ ഇവിടെ ഇരുന്നോളാം. ഇത് ശരിയാക്കാൻ എനിക്ക് വീട്ടിൽ ചെല്ലാൻ എന്തെങ്കിലും ചെയ്തു തരണം ചേട്ടൻ. ചേട്ടനൊരു കാര്യം ചെയ്യും, ഇതെടുത്തോ, ഇതുമായിട്ട് അവിടെ ഇരിക്കും. ഡിസ്പ്ലേ മാറാൻ ഒരു 10 മിനിറ്റ് മതി. പിന്നെ ഇതിൻ്റെ മറ്റുള്ള കംപ്ലൈൻ്റ് ഒക്കെ തീർത്തിട്ടേ ഞാൻ തരാം കേട്ടാ. ഞങ്ങളിവിടെ 10 മിനിറ്റ് കൊണ്ട് ഡിസ്പ്ലേ മാറിക്കൊടുക്കും. ചേട്ടൻ അവിടെ ഇരുന്നു കേട്ടാ. എടാ, എൻ്റെ ഡിസ്പ്ലേ മാറിയിട്ടെ എൻ്റെ കംപ്ലൈൻറ്റ്സ് ഒക്കെ തീർത്തിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുത്താ കേട്ടാ. ഓക്കെ? എടാ, അതെനിക്ക് മനസ്സിലായി. നീ ആ ചേട്ടൻ്റെ മുഖത്തെ വിഷമം കണ്ടില്ലേ?
എനിക്കും നിനക്കൊക്കെ അച്ഛനമ്മമാരെ കൊള്ളാണ്. നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നീ ആ ചേട്ടനൊന്ന് സങ്കല്പിച്ച് നോക്കി. അല്ലെങ്കിൽ ഒന്നാമത് കച്ചവടത്തിൻ്റെ അവസ്ഥയ്ക്കൊക്കെ അറിയാവുന്നതാണല്ലോ. പിന്നെ ഇത് റെഡിയാക്കാനായിട്ട് ഈ 6000 രൂപ വരും ചെയ്യും. ഇത്ര എമൗണ്ട് ഇപ്പോഴത്തന്നെയൊക്കെ കളയണോ? ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ? എടാ ആ പോകുന്ന പോക്കിലേ ആ ചേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? കകുല പ്രാന്തണ്ടാ 6000 രൂപയ്ക്ക് ഫോൺ റെഡിയാക്കി കൊടുക്കാൻ. എടാ എന്തോരം പൈസ നമ്മൾ അനാമത്തായിട്ട് കളയണം. നമ്മുടെ ഈ 6000 രൂപ കൊണ്ട് ആ മനുഷ്യന് ഇന്ന് അയാളുടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതല്ലടാ വലിയ കാര്യം. നീ ഒരു കാര്യം ചെയ്യടാ, എടാ ഒന്ന് വാങ്ങിച്ച് റെഡിയാക്കട്ടാ. ചേട്ടാ ഫോണിൻ്റെ ഡിസ്പ്ലേ റെഡിയാക്കിയിട്ടുണ്ട്, ഫോണും റെഡിയാക്കിയിട്ടുണ്ട്. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഇത് കൊണ്ട് മരുമോൾക്ക് കൊടുത്തിട്ട് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങിക്കും കേട്ടോ. മോനെ പൈസ അവിടെ വെച്ചോ, അന്നേ വാച്ചെങ്കിലും വാച്ച് അവിടെ വെച്ചോ ചേട്ടൻ. ഇത് ഞങ്ങളുടെ കടയുടെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചേട്ടന് ചെയ്തു തന്നാണ്. എന്താ മോനെ നിങ്ങളുടെ കടയുടെ പേര്? ഞങ്ങളുടെ കടയുടെ പേര് ഓസോൺ മൊബൈൽസ്, തൃപ്രയാർ ടെമ്പിൾ റോഡിലുള്ള ഓസോൺ മൊബൈൽസ്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കടയുണ്ടോ? പിന്നെ ചാവക്കാടും ഉണ്ട് ഞങ്ങൾക്ക് ഷോപ്പ്. ചാവക്കാടും ഉണ്ടോ? എൻ്റെ ഒരു വലിയ പ്രശ്നത്തിനാണ് ഒരു പരിഹാരം ഉണ്ടാക്കിത്തത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ മൊബൈൽ വാങ്ങാനോ റിപ്പയർ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഓസോൺ മൊബൈൽസിലേക്ക് വരിക. തൃപ്രയാറുള്ള ടെമ്പിൾ റോഡിലാണ് ഓസോൺ മൊബൈൽസ്. പിന്നെ ഇവർക്ക് ചാവക്കാടുമുണ്ട് ഒരു ഷോപ്പ്. പിന്നെ 10 മിനിറ്റ് കൊണ്ട് ഡിസ്പ്ലേ മാറ്റി കൊടുക്കൂട്ട. അപ്പോൾ ശരി പോരെ, ഒരുപാട് നന്ദി. പോയിക്കോട്ടെ ചേട്ടൻ. ശരി ചേട്ടാ.